രോഹിതേട്ടാ, രാഹുൽ മാങ്കൂട്ടം കുറച്ചു നേരം മുൻപ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തോട് മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം തിരിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്താണ് ഒന്നും അറിയാത്തതുപോലെ എന്നോട് സംസാരിക്കുന്നത്? എന്താണ് വാർത്തകളിൽ സെലക്റ്റീവ്നെസ് ഉണ്ടായി തുടങ്ങിയോ? നിങ്ങൾ സെലക്റ്റീവായിട്ടാണോ ചില കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കൊട്ടാരക്കരയിലെ പത്തനാപുരത്തെ സംഭവമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾ ശരിക്കും സെലക്റ്റീവ് ആകുന്നുണ്ടോ? മന്ത്രിക്കൊരു നീതി, MLA-ക്ക് ഒരു നീതി, ഇടതുപക്ഷത്തിനൊരു നീതി, അതുപോലെ ഒരു കോൺഗ്രസ്സുകാരന് മറ്റൊരു നീതി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? മാധ്യമങ്ങൾ സെലക്റ്റീവ് ആകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്തെങ്കിലും സംശയം മേഘയുടെ മനസ്സിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. മാധ്യമങ്ങൾ വളരെ സെലക്റ്റീവാണ്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ KV ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ആരോപണമാണ്. KV ഗണേഷ് കുമാറിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ചെയ്തു. ആ ക്ലിപ്പിൽ കൃത്യമായി ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അധപ്പതിച്ചു പോയി കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമക്കുന്നതിലൂടെ എന്ന തരത്തിൽ KV ഗണേഷ് കുമാർ നടത്തിയൊരു പ്രസംഗമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് KV ഗണേഷ് കുമാറിന് ഇത്ര കലിപ്പ് തോന്നാനൊരു കാരണമുണ്ട്. പണ്ട് ഈ വീട്ടുപടിക്കൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പണ്ട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ഇങ്ങനെ മനസ്സിൽ ഈ കീഴൂട്ട് തറവാട്ടിലെ ഈ കൊച്ചു തമ്പുരാനും കീഴൂട്ട് തറവാട്ടിലെ ആനകൾക്കും ഒരേ പകയാണ്. പക ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കും, എവിടെയെങ്കിലും കൊണ്ടിട്ട് അത് തീർക്കും. ഇയാൾക്കെതിരെ സംശയിക്കുന്ന ശബ്ദമുയർത്തുന്ന ആളുകളോട് ഇങ്ങനെ മനസ്സിലിട്ട് കൃത്യം സമയത്ത് കൊട്ടുകൊടുക്കാൻ അറിയാവുന്ന ആളാണ് KV ഗണേഷ് കുമാർ. അപ്പോൾ അതാണ് പ്രത്യേകിച്ച് ഈ അധപ്പതനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയത്. നോക്കൂ, മറ്റാർക്ക് കേരള രാഷ്ട്രീയത്തിൽ മറ്റാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ആർക്ക് വേണമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വിമർശിക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ KV ഗണേഷ് കുമാറിന് അതുണ്ടോ എന്ന് KV ഗണേഷ് കുമാർ സ്വയം ചിന്തിക്കണമായിരുന്നു. കാരണം ഗണേഷ് കുമാറിന്റെ ആദ്യ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പിന്നീട് സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ ഈ എയറിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം എന്താണ്? കഴിഞ്ഞ ദിവസം മുതൽ, അതായത് വനിതാ ദിനത്തിന്റെ തലേ ദിവസം മുതൽ പത്തനാപുരം കേന്ദ്രീകരിച്ചും കൊട്ടാരക്കര കേന്ദ്രീകരിച്ചും പടർന്ന ഒരു വാർത്ത. അത് ഇന്ന് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളമാകെ സൈബർ ലോകവും മാധ്യമങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. 13 മിനിറ്റിന് മുമ്പ് KV ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരെയും ഈ വിമർശിക്കുന്നവരെയും ഈ മാധ്യമങ്ങളെയും ഇവിടുത്തെ സാധാരണക്കാരനെയും ഇവിടുത്തെ മുഴുവൻ ജനതയെയും വിളിപ്പനാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഗണേഷ് കുമാറിന്റെ എക്സ്റേ വരെ പത്തനാപുരത്തുകാർക്ക് അറിയാം. ഗണേഷ് കുമാറിനെ എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ നിൽക്കുന്ന നഗറിൽ പാവപ്പെട്ടവന് കുടിവെള്ളം കൊടുത്തത് ഗണേഷ് കുമാറാണ്. ഈ നാട് ഉണ്ടാക്കിയത് ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിന്റെ അച്ഛന്റെ കീഴൂട്ട് തറവാട്ടിലെ പണം എടുത്തല്ല ഇത് ചെയ്തത്. 25 വർഷക്കാലം MLA ആയിരിക്കുമ്പോൾ ആ നാടിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമാകുക എന്നുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്, അയാളുടെ ഔദാര്യമല്ല എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നോക്കൂ, ഇലക്ഷൻ വരാൻ പോവുകയാണ്, സംബന്ധിച്ചു. ഇലക്ഷൻ വരുമ്പോൾ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. ഇദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ള കഴിഞ്ഞ 5 വർഷക്കാലമായി പത്തനാപുരത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ജ്യോതികുമാർ ചാമക്കാലയെ ഇയാൾ ആക്ഷേപിച്ചത് ശവപ്പെട്ടിക്കാരന്റെ മനസ്സുള്ള ആളെന്നാണ്. ഇയാൾ മരണ വീടുകളിൽ പോകുന്നത്. നോക്കൂ, KV ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നാട്ടിലൊക്കെ നിറഞ്ഞു നിൽപ്പുണ്ട്. NSSുമായി ബന്ധപ്പെട്ട ഒരു പത്മ കഫേ പണിയതിൽ 4.5 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് NSSന്റെ പത്തനാപുരം താലൂക്ക് യൂണിയന്റെ പട്ടാഴി മേഖലയിലുള്ള കുറെ പേർ ഇയാൾക്കെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് ഇയാളെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം പ്രകടനമൊക്കെ അവിടെ നടത്തിയിരുന്നു. അതൊക്കെ സംഘടനാപരമായ കാര്യവും ഈ പറയപ്പെടുന്ന രാഷ്ട്രീയപരമായ കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ നിലനിൽക്കുകയാണ്. പക്ഷെ ഇവിടെ എന്താണ് ഗണേഷ് കുമാറിന്റെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിഷയം. ഗണേഷ് കുമാറിന് എത്ര തള്ളി പറഞ്ഞാലും KV ഗണേഷ് കുമാർ എത്ര തള്ളി പറഞ്ഞാലും KV ഗണേഷ് കുമാറിന്റെ രണ്ടാം ഭാര്യയായ ബിന്ദു ഗണേഷ് കുമാർ 112 വിളിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ കൊട്ടാര പിങ്ക് പോലീസ് അല്ല മേഘ, അതൊക്കെ ചുമ്മാ പറഞ്ഞ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ദൃക്സാക്ഷികളെ ഞാൻ കണ്ടിട്ട് എൻ്റെ കയ്യിലുണ്ട്. എനിക്ക് തോന്നുന്നത് എന്നെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ വിളിച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല, ഞാൻ ആർക്കും അതിന്റെ ഫോട്ടോസും വീഡിയോസും കൊടുത്തിട്ടുമില്ല. ഇനി കേട്ടോ, കൊട്ടാരക്കരയിലെ വാളകത്തെ വീട്ടിൽ ആദ്യം ഈ ബിന്ദു ഗണേഷ് കുമാർ വിളിച്ചതിന് പ്രകാരം പോലീസ് വന്നു. അവിടെ ജനം കൂടി, പിന്നീട് ജനങ്ങൾ പിരിഞ്ഞുപോയി, പിങ്ക് പോലീസ് വരുന്നു. പിന്നീട് അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ വണ്ടിയിൽ മഫ്തിയിൽ ഒരു കൂട്ടം പോലീസുകാർ വരുന്നു. സിറ്റ് ഔട്ടിൽ ഇരുന്ന ഗണേഷ് കുമാറിന്റെ ഭക്തിയുടെ മൊഴി, പരാതി ഈ പോലീസ് എഴുതി വാങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് പുറത്തു നിന്നൊരു പോലീസുകാരൻ, ഇല്ല സാർ, ഞങ്ങൾ നോക്കിക്കോളാം സാർ, പ്രശ്നമില്ലാതെ തീർത്തോളാം സാർ എന്ന് പറയുന്നതിന്റെ ഓഡിയോ ക്ലിപ്പുകളും കിട്ടേണ്ടവരുടെ കീഴിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്ര നിഷേധിച്ചാലും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഗണേഷ് കുമാറിന്റെ രണ്ടാം ഭാര്യ പരാതി കൊടുത്തില്ല എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അവരുടെ വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കീഴൂട്ട് തറവാടിനുള്ളിൽ നടന്നൊരു സംഭവമാണ്. ഇതിന്റെ പിന്നിൽ പറയുന്ന കഥ, ഈ പറയപ്പെടുന്ന ഭാര്യ വീട്ടിലെത്തിയപ്പോൾ കാണരുതാത്ത രീതിയിൽ KV ഗണേഷ് കുമാറിനെ കണ്ടു. ഇത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഗണേഷ് കുമാറിന്റെ ഒരു പേഴ്സണൽ സ്റ്റാഫ് അംഗം ഇവരെ കൈയേറ്റം ചെയ്തു.
നാട്ടുകാർ പറയുന്നത് ഗണേഷ് കുമാർ കയ്യേറ്റം ചെയ്തു എന്ന്. പക്ഷേ അതൊക്കെ അവർ പരാതി കൊടുക്കണം, FIR ഇടണം, എങ്കിൽ മാത്രമേ നമ്മൾ അതിൻ്റെയൊക്കെ ന്യായീകരിച്ച് പോകുന്നു. പക്ഷെ അവിടെ ഒരു വിഷയം നടന്നിട്ടുണ്ട്. അത് സ്ത്രീ സംബന്ധമായ വിഷയമാണ് എന്ന് നാട് മുഴുക്കെ പരക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഈ പറയപ്പെടുന്ന രണ്ടാം ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്, അവർ കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുണ്ട്, പോലീസ് 3 വണ്ടി പോലീസ് അവിടെ വന്നിട്ടുണ്ട്, നാട്ടുകാർ കൂടിയിട്ടുണ്ട്, അക്ക വിട്ട് തെളിവ് സഹിതമാണ് പറയുന്നത്. നോക്കൂ, അതിന്റെ പിന്നിലെ വിഷയം അത് പെണ്ണ് കേസാണോ സാമ്പത്തിക കേസാണോ അറിയില്ല. ഇതിന്റെ പിന്നിലുള്ള വിഷയം എന്താണ്? ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിരിക്കുന്നു, ഗാർഹിക പീഡനം നടന്നിരിക്കുന്നു. ഇതിനല്ലേ ആയിരുന്നില്ലേ ആദ്യത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ മന്ത്രിസ്ഥാനവും പോയത്? ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വരൂ. അതെ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിൽ ഞാനടക്കമുള്ള പല സ്ത്രീപക്ഷവാദികളും സംസാരിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ആദ്യത്തെ പെൺകുട്ടി പരാതി കൊടുക്കുന്നതിന് മുൻപും അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാനടക്കം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആവുന്നത്. ഈ പറയുന്ന ഗണേഷ് കുമാർ ഭാര്യയെ മർദ്ദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഗണേഷ് കുമാറിന്റെ പ്രൈവറ്റ് സ്റ്റാഫ് അവരെ മർദ്ദിച്ചിട്ടുണ്ട്, പരാതി എടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ തെറ്റാണ്. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു മന്ത്രി, അവിടെ പരാതിയുടെ ആവശ്യമില്ല. നോക്കൂ, ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ സാറ്റലൈറ്റ് മാധ്യമത്തിന്റെ റിപ്പോർട്ടർ, കൊച്ചി റിപ്പോർട്ടർ എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ വാർത്ത അറിഞ്ഞ ഉടനെ കൊല്ലത്തെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും വിളിച്ചു. എല്ലാ മുൻനിര മാധ്യമ പ്രവർത്തകരെ വിളിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞത് എന്താണെന്നറിയോ? അവിടെ പോയിട്ട് ഇത് എടുത്താൽ, പബ്ലിഷ് ചെയ്താൽ മന്ത്രി ഇടപെടും, ഇത് സെറ്റിൽ ചെയ്യും, പിന്നെ വാദിപ്രതിയാവും. ശരി, രാഹുൽ മാങ്കൂട്ടത്തിൽ മന്ത്രി അല്ലാതിരുന്നത് കൊണ്ടാണോ അയാളുടെ ഒരു സ്ക്രീൻഷോട്ടും ഒരു വോയിസ് ക്ലിപ്പും വെച്ചുകൊണ്ട് വാർത്ത ചെയ്തത്? പരാതി ഉണ്ടായിരുന്നു. ഒരു പരാതിക്കാരി വന്നത് എത്രയോ ദിവസങ്ങൾക്കപ്പുറമാണ്. പരാതിക്കാരി വരാൻ നിർബന്ധിതയായതല്ലേ? ആ സാഹചര്യം നമുക്ക് അറിഞ്ഞൂടെ? അപ്പോൾ മന്ത്രിക്ക് എന്താ കൊമ്പുണ്ടോ? ആ ചോദ്യം അവിടെ പ്രസക്തമാകുന്നു. ഇദ്ദേഹം പറയാണ്, 10,000 ആളുകൾ എല്ലാം സഹിച്ചുകൊള്ളും, 10,000 ആളുകൾ എല്ലാം ക്ഷമിച്ചു ചെയ്യുമായിരിക്കാം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വീണ്ടും ചിലപ്പോൾ ഗണേഷ് കുമാറിനെ ജയിപ്പിക്കാം, തോൽപ്പിക്കാം. അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ്. നോക്കൂ, ഇത് പരമ്പരയായി ആവർത്തിക്കപ്പെടുന്ന കുടുംബകാര്യം എന്ന് പറഞ്ഞ് എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ വളരെ സജീവമായി ഗണേഷ് കുമാറിനൊപ്പം വേദി പങ്കിട്ടിരുന്ന, ഗണേഷ് കുമാറിനോടൊപ്പം എപ്പോഴും വാഹനത്തിലുണ്ടായിരുന്ന, ചിരിച്ച മുഖത്തോടെ മാത്രം കണ്ടിരുന്ന, മിക്കവാറും വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അവിടുത്തെ ഓൺലൈൻ മാധ്യമങ്ങൾ കുട്ടി ആഘോഷിച്ച ഒരാൾ, അയാൾക്ക് വനിതാ ദിനത്തിന്റെ തലേ ദിവസം മർദ്ദനമേൽക്കുന്നു. അയാൾ സഹായത്തിന് വേണ്ടി 112 വിളിക്കുന്നു. വന്ന പോലീസുകാർ മന്ത്രിക്ക് വേണ്ടി ഓശാന പാടിക്കൊണ്ട് ഇവരെ കൺവിൻസ് ചെയ്ത് കേസ് സെറ്റിൽ ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജിഷ കൊലപാതക കേസിന്റെ മറവിൽ സ്ത്രീ സംരക്ഷണമാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറി പിണറായി വിജയൻ 10 വർഷങ്ങൾക്കിപ്പുറം ഇതാ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി. പരാതി വേണോ? ഞാൻ ചോദിക്കാം, മുഖ്യമന്ത്രിക്ക് നടപടിയെടുക്കാൻ പരാതി വേണ്ടി വരും. ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ 48 മണിക്കൂറുകൾ വേണ്ടി വന്നു. വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് എല്ലാവരും റിപ്പോർട്ട് ചെയ്ത് തുടങ്ങി. വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് 48 മണിക്കൂറുകൾ ഉമ്മൻചാണ്ടിയുടെ ഒരു CD തപ്പി ഇവിടുന്ന് ഘോഷയാത്ര നടത്തിയ മാധ്യമങ്ങളാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സ്ക്രീൻഷോട്ടും ഒരു ഓഡിയോ ക്ലിപ്പും വെച്ച് വാർത്ത ചെയ്ത മാധ്യമങ്ങളാണ്. അന്ന് കൈയടിച്ചതല്ലേ നിങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് നോക്കിയിട്ട്? ഇല്ലേ? അന്ന് മാധ്യമങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, പരാതിയില്ല എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ മേഘ അടക്കമുള്ള വനിതാ മാധ്യമ പ്രവർത്തകർ പറഞ്ഞല്ല, ഇതാണ് ശരി, ഇതാണ് യഥാർത്ഥ ജേർണലിസം എന്ന് പറഞ്ഞെങ്കിൽ ധൈര്യമായി വാർത്ത ചെയ്യാൻ ഇവിടുത്തെ എത്ര സ്ത്രീകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ഒരു മാധ്യമത്തിന്റെ ചീഫ് എഡിറ്ററെ നിയമിച്ചത് കേരളത്തിലല്ലേ പുതിയത്? ആ ചീഫ് എഡിറ്ററുടെ മാധ്യമത്തിന് പോലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. വലിയ ന്യായം പറയുന്ന, സ്ത്രീപക്ഷവാദം പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അരുൺകുമാറിന്റെ ചാനൽ, അരുൺകുമാർ ഹെഡായിരിക്കുന്ന ചാനൽ റിപ്പോർട്ടർ TV ഇവിടെ ഇല്ലേ? അപ്പൊ എന്റെ കോൺഗ്രസിന്റെ MLA ചെയ്യുമ്പോൾ മാത്രമാണോ പൊള്ളുന്നത്? വേറെ എത്രയോ കഥകൾ ആകാശത്ത് നിൽക്കുന്നു. ആ കഥകളൊന്നും വെച്ചല്ലോ സംസാരിക്കുന്നത്. എത്രയോ കഥകൾ പത്തനാപുരം കേന്ദ്രീകരിച്ച് ഈ നാട്ടിൽ കേട്ട് കേൾവിയുള്ള കഥകളാണ്. കീഴുട്ടു തറവാട്ടിലെ കൊച്ചു തമ്പുരാൻ അതൊക്കെ ആകാം എന്നൊരു മട്ടാണ് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുടെയൊക്കെ പക്ഷം. നമുക്ക് ഇദ്ദേഹത്തിന് ജോത്സ്യം അറിയാമെന്ന് തോന്നുന്നു. ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം കൊടുത്തൊരു പോഡ്കാസ്റ്റ്, എനിക്ക് തോന്നുന്നു സൈനയ്ക്കോ ഏതോ ഒരു ചാനൽ, ലൈഫ് നെറ്റിനോ ഏതോ ഒരു ചാനലിന് കൊടുത്തൊരു ഒരു ഇന്റർവ്യൂവിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, എല്ലാ തെരഞ്ഞെടുപ്പിലും എനിക്കെതിരെ പെണ്ണ് കേസുമായി അവർ വരും, ഇത്തവണയും വരും, എഴുതി വെച്ചോ, എനിക്ക് 10 വോട്ട് കൂടുതലേ കിട്ടുള്ളൂ എന്ന്. കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങൾ വന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേരള കോൺഗ്രസ് പിയുടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ സ്റ്റാറ്റസ് അത് ഞാൻ മെസ്സേജ് അയച്ചു, അളിയ ഇയാൾക്ക് എന്താ ജോത്സ്യം അറിയാമോ? അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇങ്ങനെ ഒരു ആരോപണം. ഇത് ആരോപണമല്ലല്ലോ. ഇത് രംഗത്ത് വന്നത് ആരാ? ഇത് രംഗത്ത് വന്നത് ഒന്നാം ഭാര്യയല്ല, ഇത് രംഗത്ത് വന്നത് സഹോദരിയല്ല, ഇത് രംഗത്ത് വന്നത് മരണപ്പെട്ട അദ്ദേഹത്തിന്റെ പിതാവല്ല. ഒരു കേസ്, പ്രമാദമായ കേസിലെ പ്രതിസ്ഥാനത്തും വാദിസ്ഥാനത്തും ഒരുപോലെ നിന്ന സ്ത്രീയല്ല. വന്നിരിക്കുന്നത് നിലവിൽ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീയാണ്. അവർ പുറത്തു വന്നിട്ടില്ല.
അവർ പരാതി പുറത്തു വന്നിട്ടില്ല, ശരിയാണ്. പക്ഷേ ആ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് ദൃക്സാക്ഷികളുണ്ട്, ദൃക്സാക്ഷികളുടെ ദൃശ്യങ്ങളുണ്ട്, ബൈറ്റുകളുണ്ട്. അവിടെ ഈ പോലീസ് സന്നാഹങ്ങൾ വന്ന് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളുണ്ട്. ഇനി വേണമെങ്കിൽ ഒരു തെളിവ് കൂടി പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ ആ വന്ന അഞ്ചൽ പോലീസ് സ്റ്റേഷന്റെ വാഹനത്തിൽ വന്ന പോലീസിന്റെ ഡ്രൈവറോടോ ആ പിങ്ക് പോലീസിന്റെ ഡ്രൈവറോടോ ചോദിക്കണം, നിങ്ങൾ അവിടെ നിന്ന് തുരുത്തിവിട്ട രണ്ട് ചെറുപ്പക്കാരുണ്ടല്ലോ, അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നോ, ക്യാമറ കണ്ണുകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചോദിക്കണം. ഇതെന്തുകൊണ്ടാണ് പുറത്തു വിടാൻ കഴിയാത്തത്? അവർ പരാതി വിട്ടിട്ടില്ല ഔദ്യോഗികമായി പരാതിപ്പെട്ടാൽ അവിടെ ഒരു വീടിനുള്ളിൽ, അതൊരു മന്ത്രിയുടെ കുടുംബ വീടിനുള്ളിൽ പോലീസുകാർ വരാനും അവിടെ നിന്നൊരു സ്ത്രീ നിലവിളിച്ചുകൊണ്ട് ഓടാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ലേ? അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതെ, ഇപ്പൊ പരാതി പോയിട്ടില്ലെങ്കിലും ഇത് സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഒരു രാഷ്ട്രീയ നേതാവാണ്, ഇതിനേക്കാൾ ഒരു മന്ത്രിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം നടത്തുന്നത് ലൈംഗികമാണെങ്കിലും ശാരീരികമാണെങ്കിലും കോൺഗ്രസ് നേതാവിനെതിരെ അല്ലെങ്കിൽ ഒരു BJP നേതാവിനെ എതിരെ ആയിരുന്നെങ്കിൽ എന്തുമാത്രം ആഘോഷിക്കപ്പെടുമായിരുന്നു. രാഹുലിനെ കല്ലെറിഞ്ഞ എല്ലാവരും അദ്ദേഹത്തെയും കല്ലെറിയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അതിൽ രാഷ്ട്രീയ ഭേദമില്ല. സ്ത്രീപക്ഷമാണ് പറയുന്നതെങ്കിൽ അതിൽ രാഷ്ട്രീയം കലർത്തേണ്ട കാര്യം. സ്ത്രീപക്ഷം എന്നല്ല, ന്യായത്തിന്റെ പക്ഷം ഏത് പറഞ്ഞാലും വെറുതെ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ ഏതാണ്ട് 6-7 എത്ര എനിക്കറിയില്ല, ഗണേഷ് കുമാർ ഈ ബിന്ദു വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ന് വരെ ഗണേശന്റെ നിഴലായും ഗണേശന്റെ തണലായും പത്തനാപുരത്തിന്റെ വിവിധ മേഖലകളിൽ കണ്ടിരുന്നു ഈ സ്ത്രീയെ. സ്വാഭാവികമായിട്ടും കണ്ടിരുന്നു. ഇത് രാഷ്ട്രീയ ചേരിയിൽ നിൽക്കുമ്പോഴും ഒരു വ്യക്തിപരമായി നോക്കുമ്പോൾ ഭർത്താവിന് എല്ലാ പിന്തുണയും കൊടുക്കുന്ന ഒരു ഭാര്യ എന്ന തരത്തിലാണ് പത്തനാപുരത്ത് എല്ലാവരും അവരെ കണ്ടിരുന്നത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു മരണ വീട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയുടെ ഒരു വാഹനം നിയമവിരുദ്ധമാണ്, അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് KV ഗണേഷ് കുമാർ വാഹനം നിർത്തുമ്പോൾ ആ ഗണേഷ് കുമാറിന് എല്ലാ സപ്പോർട്ടും കൊടുത്തതിന് സൈഡിൽ ഈ ചേച്ചി ഉണ്ടായിരുന്നു, ഇവരുടെ ഭാര്യ ഉണ്ടായിരുന്നു. അത്തരത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ മറ്റു കാര്യങ്ങളിൽ തറവാട്ടിലെ ആനയെ ഏക്കത്തിന് കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ഇടപെട്ടിരുന്ന ബിന്ദു ചേച്ചി, ആ ചേച്ചിക്കാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. ചേച്ചിക്ക് പരാതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. പരാതിപ്പെടേണ്ടി വരും. പക്ഷേ പുള്ളി പറയുന്നത് എന്താ, ഇതൊന്നും എന്നെ ബാധിക്കില്ല, എന്റെ എക്സ്റേ പോലും പത്തനാപുരത്തെ ജനങ്ങളെല്ലാം മറ്റേ എക്സ്റേ മെഷീൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, പുള്ളിയുടെ എക്സ്റേ എടുത്ത് രാവിലെ പുള്ളിയുടെ ഗണേഷ് കുമാറിന്റെ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അയ്യോ ഞങ്ങളുടെ MLA എക്സ്റേ വെക്കും, പൂജിക്കും. അച്ഛന്റെയും അമ്മയുടെയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ പടത്തിന്റെ ഇടയിൽ ഗണേഷ് കുമാറിന്റെ എക്സ്റേ വെച്ച് പൂജിക്കുന്നവരാണ് പത്തനാപുരത്തെ ജനങ്ങൾ. SC കോളനിയിൽ വെള്ളം കൊടുത്തതുകൊണ്ട് ഇയാൾക്ക് എന്തുമാകാം? നഗർ കോൺക്രീറ്റ് ചെയ്ത റോഡുള്ളത് കൊണ്ട് ഇയാൾക്ക് എന്തുമാകാം? കുറച്ച് സ്കൂൾ കെട്ടിടങ്ങൾ ഇയാളുടെ മണ്ഡലത്തിൽ മാത്രമൊന്നുമല്ലല്ലോ, കിഫ്ബി ഫണ്ടിൽ നിന്ന് കൊണ്ടുവന്ന് എല്ലായിടത്തും ഉണ്ടാക്കി. പാലങ്ങൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തു, താലൂക്ക് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്തു. 5 കൊല്ലം മുമ്പ് ജ്യോതികുമാർ ചാമക്കാലം മത്സരിക്കാൻ വന്നപ്പോൾ പത്തനാപുരത്ത് മുഴുവൻ ബോർഡ് വെച്ചു, പത്തനാപുരം താലൂക്ക് ഹോസ്പിറ്റൽ എവിടെ? അപ്പോഴാണ് പുള്ളി ഓർത്തത് അയ്യോ താലൂക്ക് ഹോസ്പിറ്റൽ ഇല്ല. അപ്പൊ പുള്ളി ഒരു ബോർഡ് വെച്ചു, ഇവിടെയാണ് താലൂക്ക് ആശുപത്രി വരുന്നത്. അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പൈസ ഉണ്ടാക്കിപ്പെട്ട വസ്തു മേടിച്ചത്, താലൂക്ക് ഹോസ്പിറ്റലിൽ പണിഞ്ഞു. അതിന്റെ ക്രെഡിറ്റ് സത്യം പറഞ്ഞാൽ ജ്യോതികുമാർ ചാമക്കാലക്കുള്ളതാ. പാമ്പ് പിടിച്ചവൻ അവിടെ എല്ലാം ബോർഡ് വെച്ച് ചോദിച്ചതുകൊണ്ടാണ് ഇപ്പൊ പത്തനാപുരത്ത് താലൂക്ക് ഹോസ്പിറ്റലിൽ പണിത് വെച്ചിരിക്കുന്നത്. എല്ലാ നാട്ടിലും നടക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനം പത്തനാപുരത്ത് നടന്നു. ഒരു പത്തനാപുരം ടൗണിന്റെ മുഖച്ഛായ മാറ്റി. എങ്ങനെ? മലയോര ഹൈവേ കടന്നുപോയി പുനലൂർ മണ്ഡലത്തിലൂടെ കയറി പത്തനാപുരത്തൂടെ കയറി കോന്നി മണ്ഡലത്തിലൂടെ അങ്ങ് പോവാണ്, കോന്നി റാന്നി വഴി അങ്ങ് പോവാണ്. അപ്പൊ പത്തനാപുരത്തിലെ റോഡുകൾ വികസിച്ചു. ഇനി അവിടെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചു. ആരാ? MLA ഫണ്ടോ? അല്ല, പഞ്ചായത്തിന്റെ ഫണ്ട്. പഞ്ചായത്ത് ലോൺ അടയ്ക്കുക. ലുലു കൊണ്ടുവന്നു. ലുലു എത്ര രൂപയ്ക്കാണ് ലുലു കോൺട്രാക്ട് കൊടുത്തേക്കുന്നത്? നാട്ടിലെ ബഷീർക്കാർക്ക് മീൻ കച്ചവടം നടത്താൻ കൊടുത്തേക്കെങ്കിൽ ഇതിലും കൂടുതൽ പൈസ കിട്ടിയേനെ. മോഹൻലാലിന്റെ മൾട്ടിപ്ലക്സ് കൊണ്ടുവന്നു. അതിനിപ്പോ എന്താ? തിയേറ്റർ ഇല്ല. ഞങ്ങളെ പത്തനാപുരത്ത് ഒരുപാട് സിനിമകളുണ്ട്, അവിടെ പണ്ടും തിയേറ്റർ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് എന്താ സാധാരണക്കാർ അരി മേടിക്കാൻ പറ്റുമോ? അവിടുത്തെ പാവപ്പെട്ട ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് നിൽക്കുന്നിടത്ത് ഉണക്കമീനും കപ്പയും മീനും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വിറ്റിരുന്ന പാവപ്പെട്ട കച്ചവടക്കാർക്ക് അതിന് പകരം ഒരു മാർക്കറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജനകീയ MLA ആണ്. ലുലു മാളും മൾട്ടിപ്ലക്സും കൊണ്ടുവരുന്നത് മാത്രമാണോ ജനകീയ MLA ആവുന്ന? സാധാരണക്കാരെ ചേർത്ത് പിടിക്കണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പോൾ എന്ത് തന്നെ ചെയ്തു എന്ന് പറഞ്ഞാലും ഇത്തരത്തിൽ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുന്നതിന് ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. 18 കോടി രൂപയ്ക്ക് കൊട്ടാരക്കരയിൽ ഒരു KSRTC കോംപ്ലക്സ് വരുന്നുണ്ട്. 18 കോടി. 4.25 കൊല്ലം ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന കൊട്ടാരക്കരയുടെ MLA KN ബാലഗോപാലിന് 18 കോടി വരുന്നുണ്ടായിരുന്നു. MLA സ്ഥാനം കൊണ്ട് പോവും, ഐഷാപോറ്റി വരും, ജയിക്കും എന്ന ബോധ്യമുണ്ടായപ്പോൾ ഫ്ലക്സ് വെച്ചു, കല്ലടിയിൽ കർമ്മം വെച്ചു. ഉദ്ഘാടകനായി കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ എത്തി. പുള്ളി എന്ന് പറഞ്ഞു ശിലാഫലകത്തിൽ ഇന്ന് പങ്കെടുക്കാത്ത ആരുടെയും പേരുണ്ടാവില്ല. അപ്പൊ എല്ലാവരും ചിന്തിച്ചു, എടാ ശിലാഫലകത്തിൽ എന്താടാ പേരില്ലാത്ത? പേര് കൊത്തി വെച്ചിരിക്കുകയല്ലേ, ഇനി എങ്ങനെ ഇത് പേര് മാറ്റും? എന്നിട്ട് പുള്ളി പറയാണ് നിങ്ങളെയൊക്കെ ഞാൻ പറ്റിച്ചു, ഈ കല്ലിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്, ഇത് ഇളക്കി കളയാൻ പറ്റുമെന്ന്. ആ നാട്ടുകാരെ പറ്റിക്കുകയാണ്. അവിടെ ഉദ്ഘാടനത്തിന് വെക്കുന്ന ശിലാഫലകത്തിൽ PVC സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട്
വരാത്തവരുടെയൊക്കെ പേരിളക്കിക്കളത്. അതിന് ഈ കൊട്ടാരക്കരയിലും പത്തനാപുരത്തും ഒക്കെ പുതിയ MLA വരും. ആ MLA പണിഞ്ഞോളും ഈ 18 കോടി. അപ്പൊ അവര് പേര് വെച്ചോളും. അതിന് ഇവരുടെ കഷ്ടപ്പാടൊന്നും വേണ്ട. എടാ, പാവപ്പെട്ടവന്മാര് ഒരുപാട് പേരെ പറ്റിക്കുകയാണ്. ഇനി 18 കോടി 4.25 വർഷത്തിന് ശേഷമെങ്കിലും KN ബാലഗോപാൽ കൊട്ടാരക്കരയ്ക്ക് വെച്ച് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡ് വലുതാകണം, ടെർമിനൽ ഉണ്ടാകണം. ഞങ്ങളുടെയൊക്കെ ആഗ്രഹമാണ്. കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറണം. 25 വർഷമായില്ലേ ഗണേശ പത്തനാപുരത്ത് MLA ആയിരിക്കുന്നു. എത്ര തവണ താൻ മന്ത്രിയായി, അതും ഗതാഗത വകുപ്പ് മന്ത്രിയായി. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി. താങ്കളുടെ അയൽവക്കക്കാരനല്ലേ, താങ്കളുടെ പ്രിയപ്പെട്ട ആളല്ലേ. പത്തനാപുരത്തെ KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ എന്താ ഇപ്പോഴും? എന്നിട്ട് കൊട്ടാരക്കര പോയിട്ട് ഡയലോഗ് അടിക്കുവോ? പേരൊക്കത്തില്ല. ഇയാൾക്ക് ആശയവാസം കയറുമ്പോ തൊണ്ട ഇങ്ങനെ പേരൊക്കത്തില്ല. അല്ലെ, ഇത് എങ്ങനെ പറയാതിരിക്കുന്നത്? ഇതേ ഞാൻ സത്യം പറഞ്ഞ മേഘ, ഞാൻ ആ നാട്ടുകാരനായതുകൊണ്ടും പത്തനാപുരം വോട്ടറായതുകൊണ്ടും ഇന്നലെയൊക്കെ കമന്റ് ബോക്സിൽ പലരും വന്നു രോഹിത് ഇതിന്മേൽ ചർച്ച നടത്തുന്നത് കാണണം. ഞാനത് വേണ്ട എന്ന് വെച്ചപ്പോഴാണ് റിപ്പോർട്ടർ ടിവിയിൽ പുള്ളിയുടെ ബൈക്ക് കണ്ടത്. പത്തനാപുരത്ത് വരെ കളിയാക്കണം. എന്റെ എക്സ്റേ വരെ അറിയുന്നവരാണ് പത്തനാപുരത്തുകാർ. പിന്നെ പത്തനാപുരത്തുകാർക്ക് വേറെ പണിയില്ല. വേറെ നല്ല സ്ഥാനാർത്ഥികൾ വരാത്തതുകൊണ്ട് മാത്രം 25 കൊല്ലം അവിടെ ജയിച്ചു. അവിടെ യൂത്ത് കോൺഗ്രസ്സുകാരനും KSUകാരനും പണിയെടുത്തുകൊണ്ട് ജയിപ്പിച്ചു. CPM ആളുകളെ മാന്തിയെടുത്ത് CPM നാളെ മാന്തിയെടുത്ത് പാർട്ടി ഉണ്ടാക്കി. അയാളെ കാണുമ്പോ സുഖിപ്പിക്കുന്ന കുറെ പേരുണ്ട്. ഏതാ ആദ്യത്തെ 4 കൊല്ലം മറിക്ക്, അവസാനത്തെ 1 വർഷം വടകുട്ട. ഇതാണ് അവിടുത്തെ പരിപാടി. ഈ അവസാനത്തെ 1 വർഷത്തിലാണ് വീഴുന്നത്. ഇന്നലെ ഇവിടെ BA ഒരുപാട് നേതാക്കന്മാര് പതിവില്ലാതെ എന്നോട് സ്നേഹമാണ്. കാരണം എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം. പലരും വിളിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം ഒരു വിളിച്ചു, മോനെ എന്തുകൊണ്ടാ? ഞാൻ എനിക്ക് പ്രിയപ്പെട്ട ആള് തന്നെ. ഒന്നുമില്ലാണ്ട് എന്തുകൊണ്ട്? ഇയാള് കാര്യം പറയുന്നില്ല, ഇയാള് വേറെ. ഞാൻ ചോദിച്ചു, പത്തനാപുരത്ത് എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ലടാ, നീ പുള്ളിയെ ഉപദ്രവിക്കാനോ? ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും കൊടുക്കല്ലേ? ഞാൻ എന്റെ കയ്യിൽ ഒന്നും ഇല്ലണ്ണ. എന്തൊരു സ്നേഹമാണെന്നറിയാമോ? അപ്പൊ ഞങ്ങളുടെ അണ്ണനാ. ഞാൻ പറഞ്ഞേ സാറില്ലായിരുന്നു കഴിഞ്ഞ മാസം വരെ ഇലക്ഷൻ എടുക്കുമ്പോൾ എങ്ങനെ അണ്ണനാവുന്നേ? അപ്പൊ ഈ ഒരു സാധനമാണ് പത്തനാപുരത്ത് കിടക്കുന്നത്. അതെ, രോഹിത്തേട്ടന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ വ്യാഖ്യാനം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഉപകാരം. എന്തുവാ? KV ഗണേഷ് കുമാർ പത്തനാപുരത്ത് പ്രസംഗം നടത്തി. KV ഗണേഷ് കുമാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് കളിപ്പാട്ടങ്ങൾ, കുറച്ച് പക്ഷികൾ, പിന്നെ ഇഷ്ടമാണോ എന്ന് എനിക്ക് തോന്നുന്നു. വെടിക്കെട്ട്, പക്ഷി, ആന, മൃഗങ്ങളൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? കണ്ടിന്യൂ ചെയ്തോളൂ. അല്ല, ഞാൻ പറഞ്ഞത് യഥാർത്ഥ പടക്കത്തെ കമ്പം, അതൊക്കെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി ഒരു പ്രസംഗം നടത്തുകയാണ്. അത് ഈ ഫയർഫോഴ്സിന്റെ എന്തോ പരിപാടിയാണ്. പുള്ളിയുടെ വീട്ടിലൊരു തത്ത, വിലപിടിപ്പുള്ള തത്ത, വിദേശ തത്ത, ആഫ്രിക്കൻ തത്ത പറന്നു. ആഫ്രിക്കൻ തത്ത പറന്നു പോയാൽ എന്താ സംഭവിക്കുക? ഇണങ്ങിയ തത്തയാണെങ്കിൽ അതിന് തിരിച്ചു വരും കേട്ടോ. പുള്ളി മന്ത്രിയല്ലേ. പുള്ളി അപ്പോഴേ വിളിച്ചു, 101 വിളിച്ചു. അപ്പോഴത്തേക്ക് ഒരു ഫയർ എഞ്ചിൻ പറന്നു വന്നു. കാരണം മന്ത്രിയാണ് വിളിക്കുന്നത്. ഇന്നലെ വന്ന പോലീസുകാരെ പോലെ മന്ത്രിയോടാണ് കൂടുതൽ അനുസരണ വേണമല്ലോ. ഫയർ എഞ്ചിൻ പറന്നു വന്നു. ഈ തത്ത ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത മരത്തിൽ പോകും. ഗണേശന്റെ കൂട്ട് തന്നെ ഒരു മരത്തിൽ നിന്ന് പറന്ന് അടുത്ത മരത്തിൽ പോകും. അവിടുന്ന് വേറെ മരത്തിൽ പോകും. അപ്പോ ഈ ഫയർ എഞ്ചിൻകാർ എന്ത് ചെയ്തു? ഒരാള് വളരെ ഉത്തരവാദിത്തോടെ ഈ മരത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ തത്ത പറന്ന് ആ മരത്തിൽ വന്നപ്പോൾ പലയിട്ട് പിടിച്ചു കൊടുത്തു. അപ്പം ഫയർഫോഴ്സുകാർ ഒരു കൊച്ചു തത്തയെ പിടിക്കാൻ പോലും ഇത്ര എഫേർട്ട് ഇട്ടു. ഇതാണ് ഗണേശന്റെ പ്രസംഗത്തിന്റെ ഇതിവൃത്തം. ഇത് കണ്ടിട്ട് ഗണേഷ് കുമാറിന്റെ ഭാര്യ ഈ തത്തയ്ക്ക് പേരിട്ടത്രേ ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിൻ ഇങ്ങനൊരു പേരിട്ടു. പക്ഷെ ഗണേഷ് കുമാർ വ്യക്തമാക്കണം ആരാണ് ഈ പേരിട്ടത് എന്നുള്ളത്. അപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ പോസ്റ്റ്, ഞാനല്ല, അതിന്റെ എഴുത്തുകാരൻ വേറെ എവിടെയാണ്. എനിക്ക് വാട്സാപ്പിൽ ഒരാൾ അയച്ചു തന്ന സാധനം ഞാൻ അതെടുത്ത് കുറച്ചുകൂടി ചേർത്തിട്ട് ഇട്ട കൊച്ചാട്ടന്റെ ഇച്ചൈ തത്തക്കിട്ട പേരാണ് അത്രയും ഫയർ എഞ്ചിൻ. അതാണ് ആ പോസ്റ്റ്. അത് സത്യം പറഞ്ഞാൽ പത്തനാപുരത്തിന് വെളിയിലുള്ള ആളുകൾക്ക് പലർക്കും സംശയം, ഇയാൾ എന്താ ചെയ്യുന്നത്. പലരും എന്നെ വിളിച്ചു, എന്താ പോസ്റ്റ്? ഞാൻ നാളെ നേരം വിളിക്കുമ്പോൾ കണ്ടോണം ആ പോസ്റ്റിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലാകും എന്നുള്ളത്. പലരും പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി ഈ കഥയെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. തെളിവുകളൊക്കെ വരട്ടെ. അല്ലെങ്കിൽ തന്നെ രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടാകും, അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഭാര്യയെ തല്ലിയത് എനിക്ക് ന്യായീകരിക്കാൻ സാധിക്കില്ല. തല്ലിയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് ഗണേഷ് കുമാർ പറയുന്നത് 100% തെറ്റാണ്. അവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഭാര്യ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭാര്യ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഭാര്യ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി പക്ഷെ ഔദ്യോഗികമായി സ്വീകരിക്കാനോ FIR ഇടാനോ പോലീസ് തയ്യാറായിട്ടില്ല. അതൊരു പക്ഷേ ഇനി പരാതിക്കാരി പറഞ്ഞിട്ടാണോ എന്ന് നമുക്കറിയുമില്ല. പാലക്കാടിന്റെ MLA ഗണേഷ് കുമാർ നല്ല ഗതാഗത വകുപ്പ് മന്ത്രിയാണ്, അതുകൊണ്ട് അയാളെ വിമർശിക്കാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. പാലക്കാടിന്റെ MLA നല്ല MLA അയാൾ പണി കൊടുക്കുന്ന സ്മൈൽ ഭവന പദ്ധതിയുടെ ആദ്യത്തെ വീടിന്റെ താക്കോൽ ദാനമാണ് നാളെ. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല MLA ആയിരുന്നു.
എന്ന് വിചാരിച്ചു അയാൾ വ്യക്തി ജീവിതത്തിൽ തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാവില്ലല്ലോ, ഒരിക്കലും ഒരിക്കലുമില്ല. ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇനി 25 വർഷം കൊണ്ട് താങ്കൾ ഉണ്ടാക്കിയ വികസന പ്രവർത്തനമാണല്ലോ അവിടെ. ഒരു മാറിക്കൊടുത്ത് വേറൊരാൾക്ക് അവസരം കൊടുത്താലല്ലേ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് തെളിയിക്കാൻ പറ്റൂ. എനിക്ക് 10 വയസ്സുള്ള കാലത്ത് ഗണേഷ് കുമാർ അവിടുത്തെ MLA ആണ്. ഇനി പുതിയൊരാള് വരട്ടെ, അല്ലെങ്കിൽ ഒന്ന് മണ്ഡലം മാറി നിൽക്കുക ഗണേശ. ഗണേശന്റെ സേവനം പത്തനാപുരത്ത് മാത്രം മതിയോ? ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഗണേശന്റെ എക്സ്റേ പത്തനാപുരത്തുകാർക്ക് മാത്രമല്ല, കൊട്ടരക്കരക്കാർക്കോ അടൂരുകാർക്കോ ഒക്കെ കൊണ്ടുവച്ച് പൂജിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. ഇതേ എനിക്ക് പറയാനുള്ളൂ.